കൊട്ടിപ്പാടുന്ന നാദം സ്വർഗഭൂമിയിൽ സ്വപ്നം തേടും വ്യഥിത ഹൃദയന്റെ നാദം. അറബ് മണ്ണിൽ അതിരഴാമണൽ കാട്ടിൽ നന്മയുണർത്തുന്ന നാദം. വോയിസ് ഓഫ് സൗദി അറേബ്യ, വോയിസ് ഓഫ് സൗദി അറേബ്യ. നമ്മുടെ സംസ്ഥാനം മറ്റൊരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുകയാണ്. തദ്ദേശ സ്വയംഭരണ രംഗത്തേക്കുള്ള സ്ഥാനാർത്ഥികൾ രംഗത്തിറങ്ങിക്കഴിഞ്ഞു. 3 മുന്നണികൾ തമ്മിലുള്ള കടുത്ത പോരാട്ടത്തിന് വഴിയൊരുങ്ങിക്കഴിഞ്ഞു. യുദ്ധത്തിലും പ്രണയത്തിലും എന്തുമാവാം എന്ന പഴയ ഫിലോസഫി മലയാളി മാറ്റിയെഴുതിയിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിലും രാഷ്ട്രീയത്തിലും എന്തുമാവാം എന്നതാണ് പുതിയ ഫിലോസഫി. എല്ലാം കണ്ടും കേട്ടും മലയാളിയുടെ മനസ്സ് എന്തും സഹിക്കുവാൻ പാകത്തിൽ ഉരുവം കൊണ്ടിരിക്കുന്നു. ആർക്കും ആരോടൊപ്പം കൂട്ടുചേരാം. അൽമദീന പ്രസന്റ് സിറ്റി ഫ്ലവർ വോയിസ് ഓഫ് സൗദി അറേബ്യ എന്നിവിടെ ആരംഭിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും വോയിസ് ഓഫ് സൗദി അറേബ്യയിലേക്ക് ഹാർദവമായ സ്വാഗതം. സിറ്റി ഫ്ലവർ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോഴ്സ് റിയാദ്, ദമാം, ഹഫർ അൽ ബത്തീൻ, ഹെയ്, ബുറൈദ, ജുബൈൽ, മനാമ, ബഹ്റൈൻ. സിറ്റി ഫ്ലവർ ഹൈപ്പർ മാർക്കറ്റ്, മലീല പ്ലാസ, ബത്ത, റിയാദ്. സിറ്റി ഫ്ലവർ, you wish it, we have it. Nightmate mattress, best quality medical beds and ceramic closets, lower prices, delivery at your doorstep, all over Kerala, payments on delivery. Nightmate mattress, authorized dealer, Hanin Trading, Kerala. Contacts 00966 5039 50539. മതത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം എന്താണ്? മതദർശനങ്ങൾ വിഭാവന ചെയ്യുന്നത് എന്താണ്? പ്രമുഖ ചിന്തകനും എഴുത്തുകാരനും ദാർശനികനും പ്രഭാഷകനുമായ അഡ്വക്കേറ്റ് മായൻകുട്ടി മേത്തർ ഇന്ന് നമ്മോടൊപ്പം. ബ്രാൻഡ് സോൺ പ്രസൻസ് ഇസ്ലാം മാനവികത ഇവിടെ ആരംഭിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും. പ്രപഞ്ചനാഥനായ ഏകനായ സ്രഷ്ടാവ് അള്ളാഹുവിൽ നിന്നുള്ള സമാധാനമുണ്ടാകട്ടെ. അള്ളാഹുവിനെ കൂടാതെ ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും ഖബറുകളെയും മലക്കുകളെയും ജിന്നുകളെയും വസ്തുക്കളെയും പ്രകൃതിയെയും എല്ലാം ആരാധിക്കുന്നവരാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ഓർക്കാതെ, അള്ളാഹുവിനെ ഓർക്കാതെ, അള്ളാഹുവിനോട് നന്ദി കാണിക്കാതെ അള്ളാഹുവിനെ നിഷേധിക്കുന്നവരിൽ പ്രഥമർ. നാം വിശ്വസിക്കുന്നത് ദൈവത്തിൽ തന്നെയാണോ? നാം ആരാധിക്കുന്നത് ദൈവത്തെ തന്നെയാണോ? നാം ആരാധിക്കുന്ന ഒരു വസ്തുവിനോ വ്യക്തിക്കോ ജീവിക്കോ തൻ്റെ ആരാധന, നമ്മുടെ ആരാധന സ്വീകരിക്കാനുള്ള അർഹതയുണ്ടോ? പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാനുള്ള കഴിവുണ്ടോ? രോഗം മാറ്റിത്തരാനുള്ള കെൽപ്പുണ്ടോ? മറിച്ച് മറ്റുള്ളവരെ സഹായിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, സ്വന്തത്തെ പോലും സഹായിക്കാൻ കഴിയാത്ത ഒരു വസ്തുവിനോടാണോ, ജീവിയോടാണോ, മനുഷ്യനോടാണോ ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുന്നതെന്ന അടിസ്ഥാനപരമായ ചോദ്യങ്ങൾക്ക് ഉത്തരം തേടാതെ എന്തിനേയും ഏതിനേയും ആരാധിക്കുന്നവരാണ് അള്ളാഹുവിനെ നിഷേധിക്കുന്നവരിൽ പ്രഥമർ. അതാണ് വിശുദ്ധ ഖുർആൻ 7-ാം അധ്യായത്തിലെ 194-ാം വചനത്തിൽ ഉണർത്തിയത്. ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹി ബാദുൻ അംസാലുക്കും. അള്ളാഹുവിനെ കൂടാതെ നിങ്ങൾ ആരാധിക്കുന്ന ആ വസ്തുക്കൾ എന്തിനെ ആരാധിച്ചാലും അത് നിങ്ങളെപ്പോലെയുള്ള അടിമകൾ മാത്രമാണ്. എന്ത് നിങ്ങളെപ്പോലെയുള്ള അടിമകൾ എന്ന് പറയാൻ കാരണം ചിന്തിച്ചിട്ടുണ്ടോ? രോഗശാന്തിക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുന്ന, സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നും കരകയറാൻ നാം അപേക്ഷിക്കുന്ന, ഭയത്തിൽ നിന്നും ദുഃഖത്തിൽ നിന്നും വിഷാദത്തിൽ നിന്നും മോചനം നേടാൻ നാം അപേക്ഷിക്കുന്ന ആ ശക്തി ഒരിക്കലും നമ്മെപ്പോലെ വേദനിക്കുകയും ദുഃഖിക്കുകയും വിഷാദിക്കുകയും ചെയ്യുന്ന, നമ്മെപ്പോലെ രോഗം കൊണ്ട് വലയുന്ന, നമ്മെപ്പോലെ വാർദ്ധക്യത്താൽ കഷ്ടപ്പെടുന്ന, മരണത്തിന് കീഴടങ്ങി ശ്മശാനങ്ങളിലും കബറുകളിലും ഒരു പിടി മണ്ണായും പുഴകളിലൊരു ചാരമായും ഒരു പിടി ചാരമായും അലിയുന്ന ഒരു വ്യക്തിയാകരുത്. കാരണം അവർക്ക് നമ്മെപ്പോലെ വിഷമങ്ങളും ദുഃഖങ്ങളും ഉണ്ടാകുമ്പോൾ അവർക്ക് അവരെ തന്നെ സഹായിക്കാൻ കഴിയില്ല. അതാണ് വിശുദ്ധ ഖുർആൻ
7-ാം അധ്യായത്തിലെ 197-ാം വചനത്തിൽ പറഞ്ഞത് നിങ്ങൾക്കെല്ലാം കാണാപ്പാടമായ വചനങ്ങൾ. വല്ലദീന തദ്ഊന മിൻ ദൂനിഹി ലാ യസ്തതീഊന നസ്റഹും വലാ അൻഫുസഹും യൻസുറൂൻ. അല്ലാഹുവിന് പുറമെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല സ്വന്തം ദേഹത്തിന് പോലും ഒരു ഉപകാരം ചെയ്യാൻ കഴിയില്ല. ഈ വചനങ്ങളുടെ പ്രാധാന്യവും പ്രസക്തിയും ഇതുപോലൊരു സദസ്സിൽ പറയേണ്ട ഒരു അനിവാര്യതയുമില്ല എന്നെനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. എന്നാൽ ഇതുപോലെയുള്ള യുക്തിഹീനമായ ബുദ്ധിശൂന്യമായ ആരാധനകളും സഹായ അഭ്യർത്ഥനകളും നടത്തുന്ന നിങ്ങളുടെ പരിചയക്കാരുടെ യുക്തിയെയും ബുദ്ധിയെയും ഉണർത്താൻ വേണ്ടി മാത്രം 2011 മാർച്ച് 28-നും 2011 ഏപ്രിൽ 24-നും ഇടയ്ക്ക് ഭാരതത്തിൽ നടന്ന ചില സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ മേലുദ്ധരിച്ച ഖുർആനിക വചനങ്ങളുടെ പ്രാധാന്യം ഒന്ന് ഞാൻ ഉണർത്തട്ടെ. ഭാരതത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ ഒരു മനുഷ്യനെ തങ്ങളുടെ ദൈവവും ഭഗവാനും രക്ഷകനും സഹായിയുമായി അംഗീകരിച്ചുകൊണ്ട് അദ്ദേഹത്തോട് അവർ പ്രാർത്ഥിക്കുകയും ദൈവിക സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അദ്ദേഹം മരിച്ച ശേഷവും ഈ പ്രാർത്ഥനകളും അഭ്യർത്ഥനകളും അവർ തുടർന്നുകൊണ്ടിരിക്കുന്നു. ലോകങ്ങളുടെ നാഥനെന്നും ലോകങ്ങളുടെ രക്ഷിതാവെന്നും ഭാവിയും ഭൂതവും രഹസ്യവും പരസ്യവും അറിയുന്നവനെന്നും അത്ഭുതകരമായി രോഗം ശാന്തി നടത്താൻ കെൽപ്പുള്ളവനെന്നെല്ലാമുള്ള വിശേഷണങ്ങൾ അടങ്ങിയ പ്രാർത്ഥനകളും കീർത്തനങ്ങളുമാണ് അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹത്തോടവർ ആലപിച്ചിരുന്നതും മരിച്ച ശേഷം അദ്ദേഹത്തിന് വേണ്ടി ആലപിക്കുന്നതും. അമാനുഷികമായി രോഗം മാറ്റാൻ കഴിവുണ്ടെന്ന് അവകാശപ്പെടുന്ന അദ്ദേഹം എന്തിനാണ് ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി ആരംഭിച്ചതെന്ന് ആരും ചോദിക്കാറില്ല. രഹസ്യവും പരസ്യവും അറിയാൻ കഴിവുണ്ടെന്ന് അവകാശപ്പെടുന്ന അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് തന്നെ ചിലർ വധിക്കാൻ ഗൂഢാലോചന നടത്തിയതിനെയും ശ്രമിച്ചതിനെയും കുറിച്ച് മുൻകൂട്ടി അറിയാൻ കഴിയാതെ പോയതെന്ന് ഭക്തർ പരിശോധിക്കാറില്ല. സംഭവിച്ചതും സംഭവിക്കാൻ പോകുന്നതും മുൻകൂട്ടി അറിയാമെന്ന് അവകാശപ്പെടുന്ന അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് സ്റ്റൂളിൽ കയറി നിന്ന ബാലൻ സ്റ്റൂളോടുകൂടി തൻ്റെ മേൽ മറിഞ്ഞു വീഴുമെന്നും തൻ്റെ എല്ല് പൊട്ടുമെന്നും മുൻകൂട്ടി അറിയാൻ കഴിയാതെ പോയതെന്ന് ഭക്തർ അവലോകനം ചെയ്യാറില്ല. മറ്റുള്ളവരുടെ രോഗം മാറ്റാൻ കഴിവുണ്ടെന്ന് അവകാശപ്പെടുന്ന അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് സ്റ്റൂളോടുകൂടി ബാലൻ തൻ്റെ മേൽ മറിഞ്ഞു വീണത് മൂലം എല്ലുപൊട്ടി വീൽ ചെയറിൽ ജീവിതകാലം മുഴുവനും കഴിയേണ്ടി വന്നതെന്നും എന്തുകൊണ്ടാണ് പിന്നീട് പൂർവ്വസ്ഥിതിയിലേക്ക് തൻ്റെ ശരീരത്തെ കൊണ്ടുപോകാൻ കഴിയാതിരുന്നതെന്നും ഭക്തർ നിരീക്ഷിക്കാറില്ല. ഭാവി പ്രവചിക്കാൻ കഴിവുണ്ടെന്ന് അവകാശപ്പെടുന്ന അദ്ദേഹം എന്തുകൊണ്ടാണ് സ്വന്തം മരണം പോലും കൃത്യമായി അദ്ദേഹത്തിന് പ്രവചിക്കാൻ കഴിയാതിരുന്നതെന്നും 96-ാം വയസ്സിലേ മരിക്കുകയുള്ളൂ എന്ന് അവകാശപ്പെട്ട അദ്ദേഹം എന്തുകൊണ്ടാണ് സ്വന്തം പ്രവചനം തെറ്റിച്ചുകൊണ്ട് 83-ാം വയസ്സിൽ മരിച്ചതെന്നും അദ്ദേഹത്തിൻ്റെ ഭക്തർ ഇതുവരെയും നിരീക്ഷിച്ചിട്ടില്ല. 2011 ആരംഭത്തോടെ അദ്ദേഹത്തിന് ഗുരുതരമായ രോഗം ബാധിച്ചു. എന്നാൽ പുറം ലോകം അറിയാതിരിക്കാൻ ആശ്രമ മേധാവികൾ ഇത് രഹസ്യമായി വച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ ചില ഭക്തർ അദ്ദേഹത്തിന് ആവശ്യമായ ചികിത്സകൾ വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിയമ നടപടികൾ ആരംഭിച്ചപ്പോൾ അരമന രഹസ്യം അങ്ങാടിപ്പാട്ടാവുകയും 2011 മാർച്ച് 27 ദിനപത്രങ്ങളും ദൃശ്യമാധ്യമങ്ങളും ഈ വാർത്ത പ്രസിദ്ധീകരിക്കുകയും ചെയ്തപ്പോൾ ഗത്യന്തരമില്ലാതെ അദ്ദേഹം തന്നെ സ്ഥാപിച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ ആശ്രമ മേധാവികൾ പ്രവേശിപ്പിച്ചു. 2011 മാർച്ച് 28 ആശുപത്രി മേധാവിയുടെ മെഡിക്കൽ ബുള്ളറ്റിനിൽ ഇപ്രകാരം പറയുന്നു: അദ്ദേഹത്തിൻ്റെ നില അതീവ ഗുരുതരമാണ്. ഡോക്ടർമാരുടെ ഒരു സംഘം തന്നെ അദ്ദേഹത്തെ രക്ഷിക്കാൻ കിണഞ്ഞ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് പ്രധാനപ്പെട്ടൊരു അപേക്ഷ, അദ്ദേഹത്തിൻ്റെ ഭക്തരെല്ലാവരും അദ്ദേഹത്തിൻ്റെ രോഗശാന്തിക്കും ദീർഘായുസ്സിനും വേണ്ടി പ്രാർത്ഥിക്കണം. തുടർന്ന് ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അദ്ദേഹത്തിൻ്റെ രോഗശാന്തിക്കും ദീർഘായുസ്സിനും വേണ്ടി പ്രത്യേക പ്രാർത്ഥനകളും പൂജകളും നടന്നു. മറ്റൊരു മെഡിക്കൽ ബുള്ളറ്റിനിൽ പറയുന്നു അദ്ദേഹത്തെ വെന്റിലേറ്ററിലാക്കിയിരിക്കുന്നു. ഏതായാലും 2011 ഏപ്രിൽ 24 അദ്ദേഹം മരിച്ചു. മരണശേഷം ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ഭക്തർ അദ്ദേഹത്തോട് പ്രാർത്ഥിക്കുകയും ദൈവിക സഹായം തുടർന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഹ്രസ്വമായ ഈ 26 ദിവസങ്ങൾക്കുള്ളിൽ യുക്തിയും ബുദ്ധിയും പണയം വെച്ചിട്ടില്ലാത്ത മനുഷ്യർക്ക് ചിന്തിക്കാനുള്ള ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ വിട്ടേച്ചിട്ടാണ് അദ്ദേഹം ഇവിടെ നിന്ന് പോയത്.
സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിലെ തീവ്ര പരിചരണ വിഭാഗത്തിൽ വെന്റിലേറ്റർ ഘടിപ്പിച്ച് ബോധം നഷ്ടപ്പെട്ട് ഓർമ്മകൾ നഷ്ടപ്പെട്ട് അവശനായി കിടന്ന് അദ്ദേഹത്തെ രക്ഷിക്കാൻ ശ്രമിച്ചിരുന്ന ഡോക്ടർമാരെല്ലാവരും തന്നെ അദ്ദേഹത്തിൻ്റെ ഭക്തരായിരുന്നു. ഈ ഡോക്ടർമാരെല്ലാവരും തങ്ങളുടെ ദീർഘായുസ്സിനും രോഗശാന്തിക്കും വേണ്ടി അദ്ദേഹത്തോടാണ് പ്രാർത്ഥിച്ചിരുന്നത്. അങ്ങനെയുള്ള ഈ ഡോക്ടർമാരുടെ, ഭഗവാന്റെ, ദൈവത്തിൻ്റെ, രക്ഷകൻ്റെ, സംരക്ഷകൻ്റെ ജീവൻ രക്ഷിക്കാൻ ഭക്തരായ ഡോക്ടർമാർ തന്നെ ശ്രമിക്കുന്ന ഏറ്റവും വിചിത്രമായ സംഭവ വികാസങ്ങൾക്കാണെന്ന് ലോകം സാക്ഷ്യം വഹിച്ചത്. എന്നിട്ടും ഭക്തർ ചിന്തിക്കാറില്ല. 2011 മാർച്ച് 28 മെഡിക്കൽ ബുള്ളറ്റിൻ വരുന്ന നിമിഷം വരെ ലക്ഷക്കണക്കിനായി അദ്ദേഹത്തിൻ്റെ ഭക്തർ തങ്ങളുടെ ദീർഘായുസ്സിനും രോഗശാന്തിക്കും വേണ്ടി അദ്ദേഹത്തോടാണ് പ്രാർത്ഥിച്ചിരുന്നത്. മെഡിക്കൽ ബുള്ളറ്റിൻ വന്ന നിമിഷത്തിൽ ആ പ്രാർത്ഥനയും സഹായ അഭ്യർത്ഥനയും നേരെ വിപരീത ദിശയിലായി. ഇതുവരെയും തങ്ങൾ ആരോടാണോ പ്രാർത്ഥിച്ചിരുന്നത്, ആ പ്രാർത്ഥിക്കുന്ന അവരുടെ ദൈവം, അവരുടെ ഭഗവാൻ, അവരുടെ രക്ഷകൻ, അവരുടെ സഹായിയുടെ ദീർഘായുസ്സിനും രോഗശാന്തിക്കും വേണ്ടി ഭക്തർ പ്രാർത്ഥിക്കുന്ന ഏറ്റവും വിചിത്രമായ സംഭവ വികാസങ്ങൾക്കാണ് ലോകം സാക്ഷ്യം വഹിച്ചത്. ആ 26 ദിവസങ്ങൾക്കുള്ളിൽ 3 തരം പ്രാർത്ഥനകൾ ലോകം കണ്ടു. മെഡിക്കൽ ബുള്ളറ്റിൻ വരുന്ന നിമിഷത്തിന് മുൻപ് വരെ ജീവിച്ചിരിക്കുന്ന അദ്ദേഹത്തോട് പ്രാർത്ഥിക്കുന്നു. മെഡിക്കൽ ബുള്ളറ്റിൻ വന്ന ശേഷം അസുഖമായി ഗുരുതരാവസ്ഥയിൽ കിടന്ന അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അദ്ദേഹം മരിച്ച ശേഷം മരിച്ച അദ്ദേഹത്തോട് പ്രാർത്ഥിക്കുന്നു. അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ സ്വന്തം ദേഹത്തിന് ഒരു ഉപകാരവും ചെയ്യാൻ സാധിക്കാതിരുന്ന അദ്ദേഹത്തിന് എങ്ങനെയാണ് ഭക്തരുടെ രോഗം മാറ്റാൻ കഴിയുന്നത്, ദീർഘായുസ് നൽകാൻ കഴിയുന്നത്? യുക്തിയെയും ബുദ്ധിയെയും ഉണർത്താൻ വേണ്ടി മാത്രം പറഞ്ഞതാണ്, ആരുടെയെങ്കിലും വിശ്വാസത്തെ നൊമ്പരപ്പെടുത്താൻ പറഞ്ഞതല്ല. Baha Detergent, truly Arabian and world class, distributes a wide range of highly reputed brands like detergent powders, soaps, shampoos, laundry aids and household cleaning products. Baha Detergent all over the kingdom and other GCC countries. Baha, truly Arabian and truly world class. Shifa Al Jazeera Polyclinic, Family Clinic and Ikama Baldia Medical Center, Batta, Riyadh. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന പേഷ്യന്റ് കെയർ വിഭാഗം. ഷിഫ അൽ ജസീറ പോളിക്ലിനിക്. വെൽക്കം ടു വോയിസ് ഓഫ് കേരള 1152 AM വോയിസ് ഓഫ് സൗദി അറേബ്യ. ഞാൻ ദമാമിൽ നിന്നും റോണിയ വിബി. നിയമവും നിയമത്തിന്റെ വെളിച്ചവും എന്ന പരിപാടിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് സാജിദ് ആറാട്ടുപുഴയോടൊപ്പം നമ്മോട് സംസാരിക്കുന്നത് അബ്ദുൽ കരീം കാസിബിയ. Voice of Saudi Arabia. നിയമത്തിന്റെ വെളിച്ചം എന്ന പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ നിങ്ങളോടൊപ്പം സാജിദ് ആറാട്ടുപുഴ. സൗദി അറേബ്യയുടെ നിയമമേഖലയിൽ പ്രവർത്തിക്കുന്ന വളരെ പ്രഗത്ഭരായ മലയാളികളെ പരിചയപ്പെടുത്തുകയും അവരുടെ അനുഭവങ്ങളിലൂടെയും പ്രവാസികൾക്ക് അനുഗുണമാകുന്ന ഉപദേശങ്ങളിലൂടെയും കടന്നു പോവുക എന്നുള്ളതാണ് ഈ പരിപാടിയിൽ പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. തീർച്ചയായും പ്രവാസികൾക്ക് അവരുടെ തൊഴിൽ മേഖലകളിലും ജീവിത പരിസരങ്ങളിലും സൂക്ഷ്മത പാലിക്കുന്നതിനും പല അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നതിനും ഈ പരിപാടി സഹായകമാകും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായിട്ടുള്ളത് 2 പതിറ്റാണ്ടിലധികമായി സൗദി അറേബ്യയുടെ കോടതികളിൽ പരിഭാഷകരായും അതുപോലെ തന്നെ പ്രവാസികൾക്ക് വഴികാട്ടിയുമായും ഒക്കെ പ്രവർത്തിക്കുന്ന അബ്ദുൽ കരീം കാസിബിയ. അദ്ദേഹത്തെ സ്നേഹത്തോടെ നിയമത്തിൻ്റെ വെളിച്ചത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം. ദിയാദനം കൊടുക്കാനില്ലാതെ, ബ്ലഡ് മണി കൊടുക്കാനില്ലാതെ ഈ തടവറകളിൽ കിടക്കുന്ന നിരവധി പേർക്ക് സൗദി അധികൃതർ തന്നെ അവസാനം അതിന്റെ നിയമം വേറൊരു രീതിയിലാണ്. ഒരാൾ ജയിലിൽ കിടന്നു, കാലങ്ങളോളം കിടന്നു, ഇവന് കാശ് കൊടുക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഇവിടെ ഞങ്ങൾ ജഡ്ജി പറയും, ഇവന് കൊടുക്കാൻ കഴിയില്ല എന്ന് തെളിയിക്കുന്ന 5 ആളുകളെ, അതായത് ദൈവകർമ്മം നിർവഹിക്കുന്ന ആളുകൾ, കള്ളൻ പറയാൻ സാധ്യതയില്ലാത്ത ആളുകൾ. ശരി, അങ്ങനെയുണ്ട്. കള്ളൻ പറയാൻ ഒരിക്കലും കള്ളം പറയൂല. അവർക്കും എവിഡൻസ് വേണം. ഇവർ കള്ളം പറയുന്നില്ല എന്ന് തെളിയിക്കുന്ന വേറെ ആളുകൾ അവർക്കും വേണം. അങ്ങനെ 5 എവിഡൻസുകൾ കൊണ്ടുവരികയാണെങ്കിൽ ഇവന് ഒരിക്കലും നാട്ടിൽ പാവപ്പെട്ടവനാണ്, ഇവനക്ക് സാമ്പത്തിക ശേഷിയില്ല എന്ന് തെളിയിക്കുന്ന 5 ആളുകളെയും അവർ പറയുന്ന വാക്ക് സത്യമാണ് തെളിയിക്കുന്ന എവിഡൻസും അത് ശരിയോ കൊണ്ടുവന്നാൽ ഗവൺമെന്റ് ഫണ്ടിലേക്ക്
ജഡ്ജി എഴുതുന്നുണ്ട്, ഇവർക്ക് ഇതിനൊന്നും കഴിയില്ല എന്ന് പറഞ്ഞ് ഗവൺമെന്റ് ഫണ്ടിൽ നിന്ന് ഇവർക്ക് പണം എടുത്തു കൊടുത്ത് ഇവരെ സഹായിക്കും. അപ്പം ഞാൻ പറയുന്നത് ഈ അർത്ഥത്തിൽ നിരവധി പേര് ഇങ്ങനെ തടവറകളിൽ ഉള്ളതായിട്ട് നമുക്കറിയാൻ സാധിക്കുന്നുണ്ട്. അതായത് ദിയാദനം കൊടുക്കാനില്ലാതെ ഇപ്പം നമ്മളെയൊക്കെ തന്നെ നിരവധി പേര് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പലപ്പോഴും ഇങ്ങനെയുള്ളവരുടെ മുമ്പിൽ ഈ ഭീമമായ തുക കണ്ടെത്താൻ പറ്റാതെ നമ്മളൊക്കെ നിസ്സഹായരായി പോവുകയാണ്. എനിക്കൊരു കൂട്ടായ ശ്രമം നമുക്ക് ഈ അർത്ഥത്തിൽ നടത്താൻ പറ്റിയാൽ നിരവധി പേർക്ക് ഒരുപക്ഷെ ആ തടവറയിൽ നിന്നുള്ളൊരു മോചനം സാധ്യമാവുകയും തീർച്ചയായിട്ടും ചെയ്യാവുന്നതുള്ളൂ. നമ്മൾ കൂട്ടായിട്ട് ഇവിടുത്തെ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ അവർ തീർച്ചയായിട്ടും നമ്മൾ സഹകരിക്കും. ഇപ്പം എന്താണ് നമ്മുടെ ഈ നമ്മുടെ അധികൃതർ, ഇന്ത്യൻ അധികൃതർ, ഞാൻ എംബസി എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നില്ല, എനിക്ക് തോന്നുന്നു അതിനുമപ്പുറത്ത് നമ്മുടെ അധികൃതർ എന്താണ് ഈ ഇങ്ങനെയുള്ള സംഗതികളിൽ സ്വീകരിക്കുന്ന നിലപാടുകൾ എന്താണ്? എംബസി ഏറെക്കുറെ സഹായിക്കുന്നില്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ എങ്കിലും എംബസിക്ക് ഒരു പരിധിയുണ്ട് ചെയ്യുന്നതിന്. ആ പരിധിയിൽ നിന്നുകൊണ്ട് അവർ നമുക്കുള്ള നിയമസഹായങ്ങൾ അവർ നമുക്ക് ചെയ്തു തരുന്നുണ്ട്. അല്ലെ, വ്യക്തിപരമായിട്ട് ഇങ്ങനെയുള്ളവർക്ക് പണം കൊടുക്കുന്നതിനൊക്കെ പരിധിയുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ തടവറയിൽ കിടക്കുന്ന പലരും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവരുടെ കാലാവധി കഴിഞ്ഞിട്ട് പോലും പലപ്പോഴും എംബസികൾ വന്നതിൻ്റെ രേഖകൾ ശരിയാക്കാത്തത് കൊണ്ട് അവിടെ കിടന്നു പോകും. അങ്ങനെ കുറേ ഉണ്ട്. അതായത് നമുക്ക് പിന്നെ പാസ്പോർട്ടിൻ്റെ പ്രശ്നം കാരണത്താൽ, അതേപോലെ ഒരാൾ ജയിലിൽ കിടക്കുമ്പോൾ ആരെങ്കിലും ഇദ്ദേഹത്തിന് വേണ്ടി പവർ ഓഫ് അറ്റോർണി കൊടുക്കുകയാണെങ്കിൽ, ഇപ്പം സത്യത്തിൽ എംബസി ചെയ്യേണ്ട കാര്യങ്ങൾ അങ്ങനെ തന്നെയാണ്. അതാത് മേഖലയിൽ ഇതിൽ ആക്റ്റീവായ ആളുകൾക്ക് ഒരു പവർ ഓഫ് അറ്റോർണി കൊടുത്ത് വിടുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ഓക്കെ, ഇപ്പോൾ ഈ സാമൂഹ്യ പ്രവർത്തകരെ ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് തോന്നുന്നു എംബസിക്ക് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ കൂടുതൽ സജീവമായി ചെയ്യാൻ സാധിക്കുകയല്ലേ? എനിക്ക് തോന്നുന്നു മേഖലയും കൂടെ പ്രവർത്തിക്കുന്ന ഒരാളാണ്. തീർച്ചയായിട്ടും സാധിക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ കാലാവധി കഴിക്കുന്ന ജയിലുകളിൽ താങ്കൾ സന്ദർശിക്കാറുണ്ട്? ഞാൻ പലപ്പോഴും സന്ദർശിച്ചിട്ടുണ്ട്. എന്താണ് അവിടെ നിന്ന് കിട്ടുന്ന അനുഭവങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം? തടവറയിൽ കിടക്കുന്ന പുറം ലോകമറിയാതെ പോകുന്ന ഒരുപാട് അനുഭവങ്ങളുള്ള ആൾക്കാരാണ് ഞാനടക്കം. സത്യത്തിൽ പിന്നെ ജയിലിൽ അനുഭവിച്ചിട്ടുണ്ട്. അവിടെ 1 മണിക്കൂർ പോലും ഞാൻ ഒരാളെ സഹായിച്ചതിൻ്റെ പേരിലാണ്, 6 ആളുകളെ സഹായിച്ചതിൻ്റെ പേരിൽ 13 ദിവസത്തോളം അവരെന്നെ പിടിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ 13 ദിവസവും ചോദ്യം ചെയ്തതിന് ഞാൻ തിരിച്ചു ചോദിച്ചു അവരോട്, നിങ്ങൾ നിയമം കാണാത്ത എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഇത് ഇഷ്യൂ ചെയ്തത് എന്ന് അവരോട് ചോദിച്ച 13-ാം ദിവസം ഇതേ ചോദ്യം അവരോട് തിരിച്ചു ചോദിച്ചപ്പോൾ അവരെ അറസ്റ്റ് ചെയ്യുകയും എന്നെ രക്ഷപ്പെടുത്തുകയാണ് ചെയ്തത്. ശരി, എനിക്കൊന്ന് ഭാഷ താങ്കൾക്ക് ഈ മേഖലയിൽ ഒരു വലിയ സഹായകമാണ്. വളരെ സഹായം തന്നെയാണ് അറബി ഭാഷ, വളരെ സഹായം. ഇവിടെ എനിക്ക് തോന്നുന്നു ഭാഷയിൽ വളരെ കൃത്യമായി നമ്മൾ കാര്യങ്ങൾ വിശദീകരിക്കാത്തത് കൊണ്ട് പലപ്പോഴും അപകടങ്ങളിൽ പെട്ടുപോകാറുണ്ട്. അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനം. എന്നോട് തന്നെ ജയിലിൽ നിന്ന്, കോർട്ടിൽ നിന്ന് 4 ലക്ഷം, 5 ലക്ഷം, 3 ലക്ഷമൊക്കെ കൊടുക്കാനുള്ള വിദേശികളെ പേരിൽ സൗദി കേസ് കൊടുത്തിട്ട് ഈ കേസുകളെല്ലാം ജഡ്ജി എന്നോട് സ്വയം പറഞ്ഞു, കരീമേ നിനക്ക് ഇതിൽ മീഡിയേറ്ററായിട്ട് മദ്യം പറയാൻ കഴിയുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ 5-6 കേസുകൾ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ജുബൈലിൽ വെച്ച് ഞാൻ മദ്യം പറഞ്ഞിട്ടുണ്ട്. 4 ലക്ഷം കൊടുക്കാനുള്ള ആൾ 2 ലക്ഷത്തിൽ ഒതുക്കി. 3 ലക്ഷം കൊടുക്കാനുള്ള പ്രമോദിന്റെ കാശ് 60,000 രൂപയിൽ 8 ഗഡുക്കളായിട്ട് കൊടുക്കാൻ വളരെ നല്ല രീതിയിൽ പറഞ്ഞാൽ അവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ വളരെ അവർക്ക് ഇഷ്ടപ്പെടുകയും അത് അവർ സ്വീകരിക്കുകയും ചെയ്യും. ഭാഷയുടെ അഭാവം സത്യത്തിൽ ഈ പ്രശ്നങ്ങളെ ശരിക്കുണ്ട്. ഭാഷയുടെ അഭാവം ശരിക്കുണ്ട്. കാരണം നമുക്കറിയുന്നത് ഇംഗ്ലീഷ് ആയിരിക്കും. ഈ ഇംഗ്ലീഷ് അവർക്ക് തീരെ അവർക്ക് ഇഷ്ടപ്പെടില്ല എന്നല്ല, പക്ഷെ അത് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. പിന്നെ ഇതാക്കാത്തിന്റെ പ്രശ്നം വന്ന സമയത്ത് ഹുറൂബുകാരുടെ പ്രശ്നം അവിടുന്ന് എഴുതി കൊടുത്ത് മനസ്സിലാക്കിയപ്പോഴാണ് അവർക്ക് ആ വിഷയം മനസ്സിലായത്. അതായത് ഈ ഹുറൂബിൽ പോയ ആളുകൾക്ക് തിരിച്ചു വരണം എന്ന വിഷയത്തെക്കുറിച്ച് ഇവരുടെ ശ്രദ്ധയിലതില്ല. ഇവരെങ്ങനെയെങ്കിലും ആളെ കൂടെ കയറ്റി. പിന്നെ കാശ്മീർ പറഞ്ഞപ്പോൾ വളരെ ഗൗരവപ്പെട്ട ഒരു പ്രസ്താവനയാണ് താങ്കൾ ഇപ്പോൾ നടത്തുന്നത്. എനിക്ക് തോന്നുന്നു ഈ പ്രവാസികളുടെ വിഷയങ്ങൾ നമ്മളിവിടെ വരുന്ന എല്ലാ ജനപ്രതിനിധികളോടും നമ്മൾ പറയാറുള്ളത് നിരന്തരമായ വിഷയങ്ങൾ അനുഭവിക്കും. അപ്പം ഞങ്ങൾ വേണ്ടത് ചെയ്യാമെന്ന് അവർ പറയുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ ഇന്ത്യ ഗവൺമെൻറ്റുമായിട്ട് ഉഭയകക്ഷി ചർച്ചകളിൽ കൃത്യമായ ഈ തരത്തിലുള്ള ഒരു ഈ വിഷയങ്ങളെ കൃത്യമായി ബോധ്യപ്പെടുത്തുന്നതിൽ ഒരു വലിയ വീഴ്ച വരുത്തുന്നതായിട്ട് താങ്കൾക്ക് തോന്നുന്നില്ല? ഉണ്ട്. അവർക്ക് ഈ വിഷയം അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കഴിയുന്നില്ല. എന്താണ് നാം പറയുന്നത്, നമ്മുടെ ആശയം എന്താണ്. നമ്മളെപ്പോലുള്ള ഒരു സത്യത്തിൽ ആ വിശാല മനസ്സ് ഇവർക്കില്ല. ഇന്നത്തെ എന്ത് എന്നുള്ളതിനെ കുറിച്ച് മാത്രമേ ഇവർക്ക് ചിന്തയുള്ളൂ. അങ്ങനെ വരുമ്പോൾ നമ്മളത് ശരിക്കും അവർക്ക് വിശദീകരിച്ച് മനസ്സിലാക്കി കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് ഉപകരിക്കും. കാരണം ഇന്ത്യക്കാരെ സംബന്ധിച്ച് നല്ല മതിപ്പാണ് അവർക്ക്. ബുദ്ധിമാന്മാരാണ്, ലോങ് ആയിട്ട് ചിന്തിക്കുന്ന ആളുകളാണ് എന്നൊരു നല്ലൊരു മതിപ്പ് ഇവിടുത്തെ ജഡ്ജികൾക്കുമാർക്കും എല്ലാവർക്കും ഉണ്ട്.
പല ഈ സ്പോൺസേഴ്സുമായിട്ട് വരുന്ന പല തൊഴിൽ പ്രശ്നങ്ങളുടെയും അടിസ്ഥാനം നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് തന്നെ വളരെ ചെറിയ കാര്യങ്ങളായിരിക്കും. പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മൾ തന്നെയാണ് പലപ്പോഴും ഈ പ്രശ്നങ്ങളെ സങ്കീർണമാക്കുന്നത് തോന്നിയിട്ടില്ലേ? പലപ്പോഴും ഈ കേസ് തീർച്ചയായിട്ടും നമ്മൾ തന്നെയാണ്. നമ്മൾ ഒരു വൃക്ഷത്തൈ എന്ന് നമുക്ക് ഉദാഹരണം പറഞ്ഞാൽ അതിൽ നമ്മൾ എത്രയോ വളവും കൊടുക്കുന്നോ അതിനനുസരിച്ച് അതിൻ്റെ മുകളിൽ കാണും. എന്നതുപോലെ സ്പോൺസർ ആണെങ്കിൽ നമുക്ക് അവനോട് അടുക്കാത്തതാണ് നമ്മുടെ പ്രശ്നം. നമ്മൾ അവനോട് അടുക്കുക, ടോക്കിംഗ് നടത്തുക, അങ്ങനെ വരുമ്പോൾ നമ്മുടെ പ്രശ്നം പരിഹരിക്കും. ഇപ്പം മിനിഞ്ഞാന്ന് ഒരു സംഭവം, ഒരു സ്പോൺസർ പറഞ്ഞു അവരെ ഹുറൂബടിക്കണം, എനിക്ക് 80,000 രൂപ തരണം. അവൻ്റെ നാട്ടിൽ എത്ര കാശുണ്ട്? അവിടെ അത് എൻ്റെ കയ്യിൽ ഞാൻ റെക്കോർഡ് ചെയ്ത ആവശ്യം, സംസാരിച്ച വിഷയം. അതായത് അപ്പോൾ അവനോട് കാര്യങ്ങൾ പറഞ്ഞു, നീ തിന്നുന്നത് സത്യമാണോ, നിൻ്റെ കുടുംബത്തിൽ നാശമല്ലേ എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തപ്പോൾ അവൻ പറഞ്ഞു ഒരിക്കലും അവന് ഹുറൂബടിക്കരുത്. ശരി, നീ 80,000 ചോദിക്കുന്ന ഏത് അടിസ്ഥാനത്തിലാണ്? അപ്പോൾ അത് അവനോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തപ്പോൾ വേണ്ട, പൈസ വേണ്ട. എന്നിട്ട് അവൻ ചെയ്ത വേറെ ജോലി എന്താ, 3 ലക്ഷത്തിന് അവൻ ഷെയർ എടുത്തിരുന്നു. ഈ ഷെയർ 79,000 രൂപക്ക് അത് വിറ്റിട്ട് അവൻ സ്വന്തം പോയി കടം വീട്ടി. അവൻ്റെ സൗദിയുടെ സ്വന്തം കടം അവൻ പോയി വീട്ടി. ശരി. വിദേശിയോട് ചോദിച്ചത് എൻ്റെ ജോലിക്കാരനാണ്, ഞാൻ എനിക്ക് തരുന്ന ഓഹരിയിൽ നിന്ന് നീ കട്ട് ചെയ്തോ എന്ന് പറഞ്ഞപ്പോൾ അവൻ കൊടുക്കാൻ തയ്യാറായില്ല. അവനെ ഹുറൂബടിക്കണം എന്ന് അറബി എന്നോട് ഒന്ന് പറയുമ്പോൾ ഞാൻ അവനെ ഫോണിലൂടെ എതിർക്കുകയാണ്, ക്രോസ് ചെയ്യാണ്. ക്രോസ് ചെയ്ത് അവൻ എന്നോട് പറഞ്ഞത് അവസാനം ഞാൻ നല്ലത് ഉപദേശിച്ചു കൊടുത്ത സമയത്ത് ഇനി അത് ചെയ്യണ്ട, പണം തരുന്നവൻ ദൈവമാണ് എന്നൊക്കെ പറഞ്ഞു. ഈ മതപരമായ സംഗതികളിൽ തന്നെ അവർ ഓർമ്മപ്പെടുത്തൽ ഉണ്ടാക്കിയാൽ എനിക്ക് തോന്നുന്നു അവർക്ക് മതപരമായിട്ട് അവർക്ക് ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ വളരെ അനുഭാവപൂർവ്വ വിഷയങ്ങൾ അവർ പരിഹരിക്കാൻ തന്നെ ചെയ്യും അല്ലേ, സ്വാഭാവികമായിട്ടും. അപ്പം എനിക്ക് തോന്നുന്നു ഈ ഭാഷ ഒരു പ്രധാന ഘടകമാണ്. ഇത്തരം ഭാഷാ ക്ലാസ്, ഇംഗ്ലീഷ് പഠന ക്ലാസ്, ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ഇവിടെ ഗവൺമെന്റ് നല്ല സപ്പോർട്ടും ചെയ്യുന്നുണ്ട്. അത് ശരി, നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത് ഈ അടുത്ത് പറയും പിന്നെ ഇവിടെ പൊതുപരിപാടി നടത്താൻ പാടില്ല എന്നുള്ളതാണ് ഇവിടുത്തെ സൗദി അറേബ്യയിലെ പൊതുവായ നിയമം. നടത്താൻ ഒരിക്കലും പാടില്ല, എന്ത് പരിപാടി ആവട്ടെ. നമ്മുടെ CM ഇബ്രാഹിം വന്നപ്പോഴും വരെ അദ്ദേഹത്തെ പിടിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് കുറേ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഗവൺമെൻറ്റിൻ്റെ ഇവിടുത്തെ അമീർ കോടതി ഒരു കത്ത് എഴുതി കൊടുക്കുക, ഞങ്ങൾക്ക് ഇവിടെ ഒരു പൊതുപരിപാടി നടത്തണം എന്ന് നമ്മൾ ഒരാളുടെ കാമക്കോപ്പിയും വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഗവൺമെൻറ് 100% നമുക്ക് സമ്മതം തരും. എനിക്ക് തോന്നുന്നു ഈ വർഷങ്ങളായി, അതായത് 19 വർഷങ്ങളായി തുടരുന്ന പ്രവാസത്തിൽ പോലും നമ്മൾ ഇവിടുത്തെ നിയമങ്ങളുമായിട്ടും ഇവിടുത്തെ സംസ്കാരങ്ങളുമായും ഇടപഴകാൻ നമ്മൾ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എവിടെയാണ് സൗദി അറേബ്യ ഇവർ വളരെ സഹകരിക്കും. നമ്മൾ എന്ത് പരിപാടി നടത്തിക്കോ, പക്ഷേ ഇവരിൽ നമുക്ക് സമ്മതം വാങ്ങാം. എനിക്ക് സമ്മതം കിട്ടിയിട്ടുണ്ട്. 1-2 ഇപ്പോൾ മുമ്പ് കോൺഗ്രസിന്റെ ഒരു പ്രോഗ്രാം വന്നപ്പോൾ ഈ പിന്നെ നമ്മുടെ മാർക്കോസിനെ അറസ്റ്റ് ചെയ്ത സമയത്ത് മാർക്കോസിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെ ജയിലിൽ നിന്ന് മോചിപ്പിച്ച് നേരെ കൊണ്ടുപോകുന്നത് ഇവിടുത്തെ അമീറിന്റെ വീട്ടിലേക്കാണ്. ഞാനും ഞങ്ങൾ 5 പേരാണെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത്, താങ്കൾ പാടാനായിട്ട് വരൂ, അതിനുള്ള വിസ തരാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് മാർക്കോസിനോട് അവർ പറയുണ്ടായി. മറിച്ച് നിങ്ങൾ എന്തിനാണ് ഈ കള്ള വിസ എടുത്തിട്ട് ഇവിടെ വന്നിട്ട് ഇങ്ങനെയുള്ള പരിപാടികൾ ചെയ്യുന്നതെന്നാണ് അവർ ചോദിച്ചത്. അത് രാജ്യത്തിന് ഇവർക്ക് നമ്മളൊരു ലെറ്റർ ഇവിടുത്തെ കോർട്ടിലേക്ക്, അമീർ കോർട്ടിലേക്ക് നമ്മുടെ വിഷയം എന്താണ് നമ്മൾ നടത്തുന്നു എന്നുള്ളതൊരു കത്ത് അവരെ കൊടുക്കുകയാണെങ്കിൽ അവർ നമുക്ക് അനുമതി തരുന്നുണ്ട്. അത് ശരി. നമ്മൾ ഇവിടുത്തെ അമീർ ഹൗസിലേക്ക് ഒരു ലെറ്റർ എഴുതി കൊടുക്കും. പുതിയ അറിവുകളാണ്. അമീർ ഹൗസിലേക്ക് ഒരു കത്ത് എഴുതി കൊടുക്കുന്നു, ഞങ്ങൾക്ക് ഇവിടെ ഒരു പ്രോഗ്രാം നടത്തണം, എത്ര ആളുണ്ട്, എന്താണ് പരിപാടി, ഇതവിടെ അറിയിക്കുകയാണെങ്കിൽ അവരൊരു സമ്മതം തീർച്ചയാണ്, യാതൊരു സംശയമില്ല. എനിക്ക് തോന്നുന്നു താങ്കളെയൊക്കെ പോലുള്ളവർ മുന്നിട്ടിറങ്ങി ഏതാണ്ട് ഇവിടെ 160ഓളം സംഘടനകളുണ്ട്. പലരും ഈ പരിപാടികളൊക്കെ നടത്തുമ്പോൾ ഭയത്തിൻ്റെ മുൾമുനയിൽ നിന്നുകൊണ്ടാണ് നടത്തുന്നത്. എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ള ഈ അറിവില്ലായ്മ ഒരു വലിയ പ്രധാന ഘടകമായി മാറുകയാണ്. എനിക്ക് തോന്നുന്നു നമുക്കത് നമ്മൾ അറിവില്ലായ്മയാണ് അതിൻ്റെ ഒക്കെ കാരണം. പിന്നെ ഇവരുടെ മതത്തിനെതിരായിട്ട് നമ്മുടെ ഭാഗത്തു നിന്ന് ഒന്നും ഉണ്ടാവാൻ പാടുള്ളതല്ല. നമ്മൾ ജനറലായിട്ട് എന്ത് പ്രോഗ്രാം നടത്തുന്നതിനും ഗവൺമെൻറ് വിരോധമുള്ളതല്ല, ഗവൺമെൻറ്റിൻ്റെ സമ്മതം വാങ്ങിയിരിക്കണമെന്ന് മാത്രം. അത്രേ ഉള്ളൂ. ഗവൺമെന്റിന്റെ സമ്മതം. ഇവിടുത്തെ എനിക്ക് തോന്നുന്നു ഈ ഇന്ത്യക്കാരൊഴിച്ച് ഏതാണ്ട് ബാക്കിയുള്ള ആൾക്കാർ മുഴുവൻ അവരുടെ എംബസി വഴിയുള്ള ഇങ്ങനെ പിന്നെ സമ്മതം വാങ്ങിയിട്ട് വലിയ പരിപാടികൾ നടത്തുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ സാംസ്കാരിക പ്രവർത്തനം ഒരു ഭാഗമായി എംബസി ഏറ്റെടുക്കേണ്ടതുണ്ട് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഇതിൽ ഉള്ളതല്ലേ. എംബസി വിഷയത്തിൽ മുന്നിട്ടിറങ്ങുകയാണെങ്കിൽ അനുമതി നമുക്ക് കിട്ടും. എംബസിയെക്കാളും പവർ നമുക്കാണ്. അത് ശരി. എംബസിക്ക് എല്ലാ കാര്യത്തിലും 100 സംഘടന ഉള്ള ആളുകൾക്ക് ആർക്കൊക്കെയാണ് എംബസി കത്ത് കൊടുക്കുക? അതിൽ എംബസി ആക്ഷേപിക്കാൻ പറ്റൂല. ആ സ്ഥാനത്ത് ഇവിടുത്തെ നമ്മുടെ ബന്ധങ്ങൾ വെച്ച് നമുക്ക് ഗവൺമെന്റിന് കത്ത് കൊടുക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അല്ല, അപ്പം ഞാൻ സ്വാഭാവികമായും ചോദിക്കുന്നത്, കത്ത് കൊടുക്കുമ്പോൾ ഇങ്ങനെ ഒരു സംഘടന ഉണ്ടാക്കുക എന്നുള്ളത് ഇവിടുത്തെ നിയമത്തിൽ അനുവദിക്കുന്നില്ല. നമുക്കൊരു പ്രോഗ്രാം ചെയ്യാൻ, ആ പ്രോഗ്രാമിൽ എന്ത് നാം നടത്തുന്നു
അത് ഒരാളുടെ റെസിഡന്റ് പെർമിറ്റ് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഒരാൾ അതിന് തയ്യാറാവണം. പലരും ഈ ഇക്കാമ ആയതുകൊണ്ട് തന്നെ ഒരാൾ അതിന് മുന്നിൽ നിൽക്കാൻ പലപ്പോഴും തയ്യാറാവാത്തതാണ്. ഒരാളുടെ ഇക്കാമ വെച്ച് കൊടുത്താൽ മതി. അത് നമ്മുടെ ഫോണിൽ അതിന്റെ മെസ്സേജും വരും, കൃത്യമായിട്ട് ഫോണിൽ മെസ്സേജ് വരും. ആ ഇക്കാമ നമ്പറിൽ റിപ്പോർട്ടും കിട്ടിക്കൊണ്ടിരിക്കും. ഇവിടുത്തെ ചില പരിപാടികളിൽ ഈ മതകാര്യ വകുപ്പിൻ്റെ പരിശോധനകൾ ഉണ്ടായ ചില അനുഭവങ്ങൾക്ക് സാക്ഷിയാണ് ഞാനും. ഇപ്പം ഈ അങ്ങനെ മതകാര്യ വകുപ്പ് പലപ്പോഴും അതിൽ പ്രതിയാക്കുന്നത് ഈ ഹാള് ആരുടെ പേരിലാണോ എടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ പരിപാടികളിലെ സംഘാടകരാണോ അവരാണ്. അങ്ങനെയുള്ള ഏതെങ്കിലും കേസുകൾ കോടതിയിലെത്തിയതായി അനുഭവങ്ങൾ താങ്കൾക്കുണ്ടോ? കോടതിയിൽ കേസുകൾ വന്നിട്ടുണ്ട്. പക്ഷേ പല സമയത്തും എനിക്ക് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിലും കൂടെ എനിക്ക് ജോലിയുണ്ട്. അപ്പോൾ പരമാവധി എൻ്റെ അനുഭവത്തിലുണ്ടായത് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൽ വെച്ച് തന്നെ പരമാവധി അത് കോംപ്രമൈസ് ആക്കി വിടുന്ന സാഹചര്യം പലപ്പോഴും എനിക്കുണ്ടായിട്ടുണ്ട്. അതായത് ഇവിടെ 2 വിഭാഗമാണ്. പോലീസ് ആദ്യം കക്ഷികളെ പിടിക്കുകയും പിടിച്ചതിന് ശേഷം അത് ഇവിടുത്തെ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് കൈമാറുകയാണ് ചെയ്യുന്നത്. അവിടെ വെച്ച് പലപ്പോഴും ഒതുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ അതൊക്കെ ചെയ്യുന്നത് ആരാണ്? നമ്മിലുള്ള ആളുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്ന പാരകളാണ്. അത് ഒഴിവാക്കലാണ് നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നു. താങ്കൾ പറഞ്ഞു വരുന്നത് മലയാളികൾ തന്നെ കൊടുക്കുന്ന പരാതികളുടെ അടിസ്ഥാനത്തിലാണ് പലപ്പോഴും. അങ്ങനെയാണ് സത്യത്തിൽ. നമ്മൾ മലയാളികൾ തന്നെ തമ്മിൽ പാര വെക്കുന്ന ഒറ്റ കാരണത്താൽ മാത്രം മലയാളി പ്രവാസ ഭൂമി. പക്ഷെ അത് മറ്റു രാജ്യക്കാർ ആ പരിപാടി ചെയ്യുന്നില്ല. ശരി. മറ്റു ഇവിടെ പല കേരളമല്ലാത്ത പല സംസ്ഥാനങ്ങളുണ്ടല്ലോ, അവരങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളും കാണുന്നില്ല. ഇത് ചെയ്യുന്നതൊക്കെ സത്യത്തിൽ മലയാളികളാണ്. നമ്മൾ ആ ഒരു സ്നേഹം പങ്കിട്ട് മനുഷ്യരെന്നൊരൊറ്റ കാഴ്ചപ്പാടോടുകൂടി നമ്മൾ മുന്നോട്ട് നീങ്ങിയാൽ നമുക്ക് എല്ലാവർക്കും ഗുണമായിരിക്കും എന്ന് മനസ്സിലാക്കുന്നു. Voice of Saudi Arabia. Voice of Saudi Arabia. അൽമദീന പ്രസൻസ് സിറ്റി ഫ്ലവർ വോയിസ് ഓഫ് സൗദി അറേബ്യ. സാറാസ് ന്യൂസ് മീഡിയ അവതരിപ്പിക്കുന്ന സൗദി വാർത്തകൾ ബ്രീഫ്. മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താ? മഞ്ഞൾപ്പൊടിയിൽ കുർക്കുമിന്റെ അളവ് എത്രയാ അറിയില്ലല്ലേ? ഇതൊക്കെ നമുക്കും അറിയാവുന്നതേ ഉള്ളൂ. കറിപ്പൊടികളുടെ ഗുണമേന്മ നിർണ്ണയിക്കുന്ന നിറം, രുചിക്ക് വേണ്ട വോളറ്റൈൽ ഓയിൽ, ഫ്ലേവറിന് വേണ്ട നോൺ വോളറ്റൈൽ ഓയിൽ തുടങ്ങി ഇന്ത്യ ഗവൺമെന്റ് ആഡ് മാർക്കിനായി നിഷ്കർഷിക്കുന്ന എല്ലാ ഗുണമേന്മ മാനദണ്ഡങ്ങളും പാക്കറ്റിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരേയൊരു കറി പൗഡറാണ് സാറാസ്. കലർപ്പില്ലാത്ത കറിക്കൂട്ടുകൾക്ക് മാത്രമേ ഈ മാനദണ്ഡങ്ങൾ പാലിക്കാൻ പറ്റൂ. സാറാസ്. സാറാസ്, കലർപ്പില്ലാത്ത കൈപുണ്യം. ഒരു അന്ന ഗ്രൂപ്പ് ഉൽപ്പന്നം. Al-Labir Medical Group, Riyadh, Dammam, Jeddah, Makkah and Medina strives for perfection, excellence and values in healthcare. Al-Labir Medical Group, large regional healthcare SVS provider in GCC countries. Click on home appliances, kitchen appliances, lighting devices, entertainment products. Click on electronics and home appliances. Click on make it yours. V1 Shopping Center, Dammam, Toyota. Something unique, always fresh, thousands of collections. Most welcome to V1 Shopping Summer Festival. കൈ നിറയെ സമ്മാനങ്ങൾ. V1 Shopping Center, Dammam, Toyota. നമസ്കാരം. വോയിസ് ഓഫ് കേരള 1152 AM, വോയിസ് ഓഫ് സൗദി അറേബ്യയിൽ വാർത്തകളും വിശേഷങ്ങളുമായി സാറാസ് പ്രസൻസ് ന്യൂസ് മീഡിയ. ഞാൻ ലിൻസി ബേബി. ആദ്യം പ്രധാന വാർത്തകൾ. സൗദി ജവാസാത്ത് 5 വർഷ കാലാവധിയുള്ള പുതിയ തിരിച്ചറിയൽ കാർഡ് വിതരണം തുടങ്ങി. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് പുതിയ പദ്ധതികൾ നടപ്പിലാക്കുമെന്ന് അധികൃതർ. 7 വയസ്സുള്ള മകളെ കൊലപ്പെടുത്തിയ സൗദി പൗരൻ അറസ്റ്റിൽ. ജനാധിപത്യ മതേതര വിശ്വാസികളുടെ നിസ്സംഗത ഫാസിസത്തിന്റെ കടന്നുവരവിന് കളമൊരുക്കുമെന്ന് കരിവള്ളൂർ മുരളി. വാർത്തകൾ വിശദമായി. സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്ന വിദേശികൾക്ക് 5 വർഷ കാലാവധിയുള്ള പുതിയ തിരിച്ചറിയൽ കാർഡ് നൽകുന്ന പദ്ധതി ജവാസാത്ത് ഡിപ്പാർട്ട്മെന്റ് നടപ്പിലാക്കി തുടങ്ങി. ഇക്കാമയ്ക്ക് പകരം 5 വർഷ തിരിച്ചറിയൽ കാർഡാണ് ജവാസാത്ത് വിതരണം ചെയ്തു തുടങ്ങിയത്. 5 വർഷം കാലാവധിയുണ്ടെങ്കിലും തിരിച്ചറിയൽ കാർഡ് ഓരോ വർഷവും പുതുക്കൽ നിർബന്ധമാണ്. ജവാസാത്ത് ഡിപ്പാർട്ട്മെന്റിനെ സമീപിക്കാതെ ഓൺലൈൻ വഴി തിരിച്ചറിയൽ കാർഡ് പുതുക്കാൻ കഴിയും. നിലവിൽ പുതിയ ഇക്കാമ പുതുക്കുന്നതിനും സ്വീകരിക്കുന്ന എല്ലാ നടപടികളും പഞ്ചവർഷ ഇക്കാമയ്ക്കും വർഷം തോറും ഇത് പുതുക്കുന്നതിനും ബാധകമായിരിക്കും. സ്വദേശികൾക്കിടയിലെ വർദ്ധിച്ചുവരുന്ന തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിനും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും സ്വകാര്യ മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുമെന്ന് മാനവശേഷി വികസന നിധി ഡയറക്ടർ ജനറൽ
ഇബ്രാഹിം അൽമുഐഖിൽ പറഞ്ഞു. തൊഴിലില്ലായ്മ നിർമ്മാർജ്ജന ശ്രമങ്ങൾ കൂടുതൽ ഊർജിതമാക്കുന്നതിന് പ്രത്യേക അതോറിറ്റി രൂപീകരിക്കാൻ സൗദി ഭരണാധികാരി സൽമാൻ രാജാവിന്റെ അധ്യക്ഷതയിൽ കഴിഞ്ഞ ദിവസം ചേർന്ന മന്ത്രിസഭായോഗം തീരുമാനിച്ചിരുന്നു. പിതാവിനെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞ മകളെ സൗദി പൗരൻ ക്രൂരമായി മർദ്ദിച്ചു കൊലപ്പെടുത്തി. 7 വയസ്സുള്ള മകളാണ് പിതാവിന്റെ ക്രൂരതയ്ക്കിരയായത്. റിയാദിലാണ് ഞെട്ടിക്കുന്ന സംഭവം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പ്രതിയെ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് പബ്ലിക് പ്രോസിക്യൂഷൻ ചോദ്യം ചെയ്തു വരികയാണ്. അച്ചടക്കം പഠിപ്പിക്കുന്നതിനാണ് മകളെ താൻ അടിച്ചതെന്നാണ് പ്രതിയുടെ വിശദീകരണം. ബാലികയുടെ മാതാവിനെ ഇയാൾ നേരത്തെ വിവാഹമോചനം നടത്തിയിരുന്നു. വർഗീയതയും ജനാധിപത്യ നിഷേധവും അപകടകരമായ സ്ഥിതിവിശേഷം സൃഷ്ടിക്കുന്ന അവസ്ഥയിൽ ജനാധിപത്യ മതേതര വിശ്വാസികളുടെ കുറ്റകരമായ നിസ്സംഗത ഫാസിസത്തിന്റെ കടന്നുവരവിന് കളമൊരുക്കുമെന്ന് കവിയും നാടകകൃത്തുമായ കരിവള്ളൂർ മുരളി റിയാദിൽ പറഞ്ഞു. കേളി കലാസാംസ്കാരിക വേദി സംഘടിപ്പിച്ച ഇന്ത്യൻ ഫാസിസത്തിന്റെ പുതുവഴികൾ എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. റോയൽ ട്രാവൽസ് വിന്നേഴ്സ് ട്രോഫിക്കും ഓഫീസ് സ്മാർട്ട് റണ്ണറപ്പ് ട്രോഫിക്കും വേണ്ടിയുള്ള ബദർ മക്ക FC ഫുട്ബോൾ മേളയുടെ 2ാം ദിവസം എഗാലിറ്റ് ജുബൈലിനും സെമിസ്റ്റാർ ഖത്തീഫിനും ജയം. ആദ്യ മത്സരത്തിൽ 1-2 ഗോളുകൾക്ക് യൂത്ത് ഇന്ത്യ ജുബൈലിനെയാണ് എഗാലിറ്റ് പരാജയപ്പെടുത്തിയത്. മൊറയൂർ ഗ്രാമപഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥികൾക്ക് ജാമ്യത്തുക നൽകാൻ ജിദ്ദ മൊറയൂർ പഞ്ചായത്ത് KMCC തീരുമാനിച്ചു. മൊറയൂരിന്റെ വികസന മുന്നേറ്റത്തിന് UDF സ്ഥാനാർത്ഥികളെ വൻ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കുന്നതിന് നാട്ടിലും പ്രവാസ ലോകത്തും ആവശ്യമായ പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്താനും ഷറഫിയ റോളക്സ് ഓഡിറ്റോറിയത്തിൽ നടന്ന പ്രവർത്തക സംഗമം തീരുമാനിച്ചു. വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ മലയാളി ഡോക്ടർ മരിച്ചു. മലപ്പുറം കൊണ്ടോട്ടിക്കടുത്ത് പള്ളിക്കൽ ബസാർ സ്വദേശി ഡോക്ടർ അഷ്റഫ് തരുവാരെയാണ് ഇന്നലെ രാവിലെ മരിച്ചത്. 10 ദിവസം മുമ്പ് മലാസിൽ റോഡ് മുറിച്ചു കടക്കവേ അജ്ഞാത വാഹനം ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ഡോക്ടർ സെക്യൂരിറ്റി ഫോഴ്സ് ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു. പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങുന്ന കൊണ്ടോട്ടി പുളിയംപറമ്പ് ഹംസ മൗലവിക്ക് ജിദ്ദ കിലോ 3 ഏരിയ KMCC യാത്രയയപ്പ് നൽകി. നാഷണൽ കമ്മിറ്റി സെക്രട്ടറി രായൻകുട്ടി നീറാട് യോഗം ഉദ്ഘാടനം ചെയ്തു. സാമൂഹിക ഇടപെടലുകളിൽ പാലിക്കേണ്ട അതിരുകളും അരുതായ്മകളും തിരിച്ചറിയുന്നതിനും ഫാസിസ്റ്റ് ശക്തികളുടെ വർഗീയ ധ്രുവീകരണത്തിനെതിരെ ബോധവൽക്കരണം നടത്തുന്നതിനും ഫോക്കസ് ജിദ്ദ സംഘടിപ്പിക്കുന്ന ഇസ്ലാഹി പ്രവർത്തക സംഗമം തദ്ബീറ 2015 നാളെ വൈകുന്നേരം 6:30 ഇന്ത്യൻ ഇസ്ലാഹി ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. വർഗീയത വളരുകയും മതേതരത്വം തകരുകയും ചെയ്യുന്ന സാമൂഹിക ചുറ്റുപാടിൽ കലാകാരന്മാർക്ക് കൂടുതൽ ഉത്തരവാദിത്വമുണ്ടെന്ന് യവനിക കലാസാംസ്കാരിക വേദി പ്രവർത്തകർ റിയാദിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. യവനികയുടെ ലോഗോ പ്രകാശനം പ്രസിഡന്റ് നവാസ് ഖാൻ പത്തനാപുരം നിർവഹിച്ചു. കോൺഫിഡന്റ് ഗ്രൂപ്പ് ഈ മാസം 15, 16, 17 തീയതികളിൽ റിയാദ് ബത്ത റമാദ് ഹോട്ടലിൽ പ്രോപ്പർട്ടി ഷോ സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 22 മുതൽ 24 വരെ ജിദ്ദ ന്യൂ അൽ ഷറഫിയ ഹോട്ടലിലും പുതിയ പദ്ധതികൾ ഉപഭോക്താക്കൾക്ക് നേരിട്ട് മനസ്സിലാക്കാൻ അവസരമൊരുക്കിയിട്ടുണ്ടെന്നും കോൺഫിഡൻസ് ഗ്രൂപ്പ് പ്രതിനിധികളായ റാഹിൽ റഹ്മാനും KK ഷനിലും പറഞ്ഞു. അവസാനമായി പ്രധാന വാർത്തകൾ വീണ്ടും. സൗദി ജവാസാത്ത് 5 വർഷ കാലാവധിയുള്ള പുതിയ തിരിച്ചറിയൽ കാർഡ് വിതരണം തുടങ്ങി. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് പുതിയ പദ്ധതികൾ നടപ്പിലാക്കുമെന്ന് അധികൃതർ. 7 വയസ്സുള്ള മകളെ കൊലപ്പെടുത്തിയ സൗദി പൗരൻ അറസ്റ്റിൽ. ജനാധിപത്യ മതേതര വിശ്വാസികളുടെ നിസ്സംഗത ഫാസിസത്തിന്റെ കടന്നുവരവിന് കളമൊരുക്കുമെന്ന് കരിവള്ളൂർ മുരളി. വാർത്തകളും വിശേഷങ്ങളും അവസാനിക്കുന്നില്ല. സാറാസ് ന്യൂസ് മീഡിയ വീണ്ടും ശനിയാഴ്ച രാത്രി ഇതേ സമയം. ശുഭരാത്രി. സൗദിയിലെ മണലാരണ്യത്തിൽ ചരിത്രം എഴുതിക്കൊണ്ട് സൗദിയിലെ വാർത്തകളും വിശേഷങ്ങളുമായി സൗദിയിൽ നിന്നും വോയിസ് ഓഫ് സൗദി അറേബ്യ. ശനി മുതൽ വ്യാഴം വരെ UAE സമയം രാത്രി 9 മണി മുതൽ. Voice of Saudi Arabia on your favorite AM frequency. Voice of Kerala 1152 AM. മലയാളത്തിന്റെ നേർശബ്ദം. Saudi Arabia. Voice of Saudi Arabia.
ആതുര സേവന രംഗത്തെ പ്രശസ്തരായ ഡോക്ടർമാരുടെ സേവനവുമായി ഒരു അത്യാധുനിക ആതുരാലയം. സഫ മക്ക പോളിക്ലിനിക് ആൻഡ് മെഡിക്കൽ ഡയഗ്നോസ്റ്റിക് സെന്റർ, ബത്ത റിയാദ്, ഹറ റിയാദ്. Safa Makkah, the satisfaction of complete health care. Nesto hypermarket, supermarket and department stores. Margab Bata, Garmia Mall, Azizia, Al Haza Street, Malas, Riyadh, Port Gate Complex, Dammam. BPL Cargo, unique and leading cargo service in Saudi Arabia. Head office, King South Street, Dammam. Door-to-door logistics, air and sea freight. Expert packing with insurance coverage. All of the Gulf and Asian countries. BPL Cargo. Innovative transportation solution that meets global business demands. പുകൾപെറ്റ മലബാറിന്റെ രുചിപ്പെരുമയുമായി ന്യൂ മലബാർ റൈസ്, all over the kingdom and other GCC countries. New Malabar Rice and Abu Sana Gold Chocolate. Software solutions for your business management. TechM Square Software Solution, Riyadh, Saudi Arabia. Our services: custom technology development, software application development, web hosting, domain register and SEO services, web content and application development, mobile application development, networking and server configuration. നിങ്ങളുടെ സ്ഥാപനം ഏതുമാവട്ടെ, നിങ്ങളുടെ ആവശ്യങ്ങൾ ഞങ്ങൾക്ക് എഴുതുക. പ്ലീസ് വിസിറ്റ് അവർ വെബ്സൈറ്റ് www.techmsquare.com. മൊബൈൽ 00966 53254144. ടെക്കം സ്ക്വയർ സോഫ്റ്റ്വെയർ സൊല്യൂഷൻ, റിയാദ്. ഹെഡ് ഓഫീസ് ടെക്നോ പാർക്ക്, കേരള. സഫമക്ക മഴത്തുള്ളിക്കിലേക്ക് എല്ലാ ശ്രോതാക്കളെയും ഞാൻ പതിവ് പോലെ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മുടെ അതിഥിയായി നമ്മോടൊപ്പം എത്തിയിരിക്കുന്നത് ഇന്നലെ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന ഡോക്ടർ തന്നെയാണ്. നമുക്ക് ഡോക്ടർ ഹനാൻ അബ്ദുസലാമിനെ സഫമക്ക മഴത്തുള്ളിക്കിലേക്ക് സ്വാഗതം ചെയ്യാം. ഹലോ ഹനാൻ. ഹായ്. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സുഖമായിരിക്കുന്നു. ഇപ്പോൾ ഒരുപാട് സോഷ്യൽ നെറ്റ്വർക്കുകളൊക്കെ വന്നു, സോഷ്യൽ മീഡിയകൾ വന്നു. ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടോ ഡോക്ടർക്ക്? ഉണ്ട്. എന്താണ് ഫേസ്ബുക്കിനെ കുറിച്ചുള്ള അഭിപ്രായം? ഫേസ്ബുക്കിനെ കുറിച്ച് വളരെ നല്ല അഭിപ്രായമാണ്. അതായത് നമ്മളത് എങ്ങനെ യൂസ് ചെയ്യണോ അതിനനുസരിച്ചിട്ടിരിക്കും. ഇപ്പോൾ എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്കിപ്പോൾ ഫേസ്ബുക്കിലൂടെ ഞാൻ ഒരുപാട് ആക്റ്റീവ് ഒന്നും അല്ല, ബട്ട് സ്റ്റിൽ എനിക്കിപ്പോൾ എൻ്റെ പഴയ ഫ്രണ്ട്സ്, ഞാൻ ജിദ്ദയിലാണ് പഠിച്ചതെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ ഞാൻ നാട്ടിൽ വന്ന ശേഷം എനിക്ക് എൻ്റെ പഴയ ഫ്രണ്ട്സിനെ, ഇത്രയും കാലം കോൺടാക്റ്റ് ഇല്ലാത്ത ഒരുപാട് ഫ്രണ്ട്സിനെ ഞാൻ ചിലപ്പം പേരൊക്കെ അവരെ സെർച്ച് ചെയ്തിട്ട് നോക്കി കണ്ടുപിടിച്ച് എൻ്റെ പരിചയം അവരായിട്ട് പുതുക്കിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ പണ്ടത്തെ കാലഘട്ടവും ഇപ്പോൾ അവരെങ്ങനെയാണെന്ന് അറിയാനുള്ള നമ്മുടെ ആകാംക്ഷയും, അങ്ങനെ നമുക്ക് നമ്മളുടെ ഒരു കോൺടാക്ട് മെയിൻറ്റെയിൻ ചെയ്യണം. കാരണം നമുക്ക് ഇപ്പോഴത്തെ ഈ ഒരു ലീവിങ് സ്റ്റേറ്റിൽ നമുക്ക് എല്ലാവരെയും എല്ലാ ദിവസവും വിളിക്കാൻ പറ്റിയെന്നൊന്നും വരില്ല. ഫോണിൽ വിളിച്ച് കോൺടാക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഫേസ്ബുക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴെങ്കിലും ആണെങ്കിലും അവർക്കൊരു ബർത്ത്ഡേക്ക് ഒരു വിഷ് അയക്കുക, അങ്ങനെയൊക്കെ. അപ്പോൾ നമുക്ക് തിരിച്ച് സംഗീതത്തിലേക്ക് തന്നെ വരാം. തീർച്ചയായിട്ടും. ഇഷ്ടമുള്ള പാട്ടുകാരി ആരാണ്? ഇഷ്ടമുള്ള ഒരുപാട് സിംഗേഴ്സിനെ ഇഷ്ടമാണ്. എല്ലാവരും ഒരുപാട് ടാലന്റഡ് ആണ്. ന്യൂ ജനറേഷൻ സിംഗേഴ്സിലാണെങ്കിൽ ശ്രേയ ഘോഷാലിനെ ഒരുപാട് ഇഷ്ടമാണ്. പാട്ടുകാരൻ ന്യൂ ജനറേഷനിൽ വിധു പ്രതാപിന്. നല്ല ഗായകനാണ്. അതെ അതെ. അപ്പോൾ ഏത് തരം പാട്ടുകളോടാണ് ഡോക്ടർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം? എനിക്ക് എല്ലാതരം പാട്ടുകളും ഇഷ്ടമാണ്. പിന്നെ ഞാൻ ഡാൻസിനെ ഒരുപാട് സ്നേഹിക്കുന്നത് കാരണം എനിക്ക് ആ മേഖലയിലോട്ടുള്ള സോങ്സിനോട് ഒരുപാട് കളിക്കാറുണ്ടോ? സ്റ്റേജുകളിലൊക്കെ, വേദികളിലൊക്കെ? അതെ, ഞാൻ ട്രെയിൻഡ് ഡാൻസറാണ്. മറക്കാൻ പറ്റാത്ത ഒരു സ്റ്റേജ് എവിടെയാണ് ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും നല്ല സ്റ്റേജ് എന്ന് പറയുകയാണെങ്കിൽ അതെന്റെ ഫസ്റ്റ് പെർഫോമൻസ് ആയിരിക്കും. എവിടെ വെച്ചിട്ടായിരുന്നു അത്? ജിദ്ദയിൽ വെച്ചിട്ടാണ്. ഞാനൊരു മേ ബി ഒരു 4 to 5 years ആവുന്ന സമയത്താണ്. അന്ന് മുതൽ ഞാൻ നന്നായി ഡാൻസ് കളിക്കുമായിരുന്നു. പക്ഷെ ആ ടൈമിൽ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു സ്റ്റേജിൽ കയറി കളിക്കാൻ. ബട്ട് അന്ന് തന്നെ എല്ലാവരും പറയും ഭയങ്കര താളബോധത്തിൽ എല്ലാ രീതിയിലും കളിക്കുന്നു. പക്ഷെ ഭയങ്കര പേടിയായിരുന്നു അന്ന്. അങ്ങനെ സ്റ്റേജിൽ കയറി ഡാൻസൊക്കെ പഠിച്ചു, സ്റ്റേജിൽ കയറി നിന്നു. നല്ല വലിയൊരു പ്രോഗ്രാം ആയിരുന്നു. കയറി നിന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പാട്ട് ഓണാവുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ കുറേ നേരം നിന്നു. അവസാനം പാട്ട് ഓണാവുന്ന നേരമായപ്പോഴേക്കും പേടിയൊക്കെ പോയി. അതായിരുന്നു എൻ്റെ ഫസ്റ്റ് പെർഫോമൻസ്. അതിന് ഒരുപാട് അപ്രിസിയേഷനൊക്കെ കിട്ടിയിരുന്നു. ഒരുപാട് സൗദീസും ഒക്കെ പങ്കെടുത്തൊരു പ്രോഗ്രാമായിരുന്നു. അപ്പോൾ വളരെ നല്ല അപ്രിസിയേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു ആ പ്രോഗ്രാമിന്. പിന്നെ എനിക്ക് എല്ലാതരം ആർട്ട് ഫോംസും അവതരിപ്പിക്കാൻ പറ്റിയിട്ടുണ്ട്. ലൈക്ക് എനിക്ക് ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ളത് എനിക്കൊരു ഒഡീസി ഡാൻസ് പെർഫോമൻസ്, അതും സ്വയം തന്നെ കോറിയോഗ്രാഫ് ചെയ്തിട്ട് നല്ല രീതിയിൽ അവതരിപ്പിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഒരു ഒഡീസി അത് ഞങ്ങളുടെ സ്കൂളിലായിരുന്നു. സ്കൂളിലൊരു വലിയ പ്രോഗ്രാം ആയിരുന്നു. ജിദ്ദയിലല്ല, നാട്ടിൽ നാട്ടിലായിരുന്നു. അപ്പോൾ അതാണ് മറക്കാൻ പറ്റാത്തൊരു അനുഭവം. മോശപ്പെട്ട എന്തെങ്കിലും അനുഭവങ്ങൾ ഈ മേഖലയിൽ നിന്നുണ്ടായിട്ടുണ്ടോ ആരുടെയെങ്കിലും ഭാഗത്തു നിന്ന്?
ഇതുവരെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഒരിക്കൽ മാത്രം ഒരു സങ്കടം തോന്നിയിട്ടുണ്ട്. ഡാൻസ് കളിക്കുന്ന ഇടയിൽ പാട്ട് ഇടയ്ക്ക് വെച്ചിട്ട് സ്റ്റോപ്പായി പോയി. അപ്പൊ പിന്നെ എന്താ വെച്ചാൽ നമുക്ക് ആ ഡാൻസിന്റെ ഒരു ഫൈനൽ സ്റ്റേജിലോട്ട് വരികയായിരുന്നു. അപ്പൊ ആ സമയത്ത് അതൊന്ന് സ്റ്റോപ്പായപ്പോ നമുക്ക് പിന്നെ ഇത് റീസ്റ്റാർട്ട് ചെയ്തിട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ അതൊരു വലിയൊരു സങ്കടമായിരുന്നു. ഇപ്പൊ ഡോക്ടർ ആണ്, ഡോക്ടേഴ്സിന്റെ സംഘടനയൊക്കെ ഉണ്ട് നാട്ടിൽ അല്ലേ? അതെ അതെ. അവിടെയൊക്കെ പെർഫോം ചെയ്യാറുണ്ടോ? അവിടെയൊക്കെ അവരുടെയൊക്കെ മുന്നിൽ ഒരു കലാകാരിയായിട്ട് അറിയപ്പെടുന്നുണ്ടോ? ഉണ്ട്. ഞാനിപ്പോൾ പ്രസന്റ്ലി വർക്ക് ചെയ്യുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റിലെ കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിലാണ്. അപ്പോൾ ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് 1 year ആയി. അപ്പൊ അവിടുത്തെ വാർഷികാഘോഷത്തിന് എനിക്ക് നല്ലൊരു ഡാൻസ് ഫോം അവതരിപ്പിക്കാൻ പറ്റി. ഒരുപാട് അപ്രിസിയേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും പറഞ്ഞു നമ്മളാരും അങ്ങനെ ഇപ്പൊ ഈ ഡോക്ടേഴ്സിന്റെ ഈ ഫൈനൽ ഇങ്ങനത്തെ പ്രോഗ്രാംസ് ഉണ്ടാകുമ്പോൾ മാത്രമാണ് എല്ലാവർക്കും എന്തെങ്കിലും കലയുണ്ടെന്നൊക്കെ അറിയുള്ളൂ. അപ്പൊ എല്ലാവർക്കും ഭയങ്കര ഒരു സർപ്രൈസിങ് ആയിട്ടുള്ളൊരു അത് മൊമെന്റ് ആയിരുന്നു. കാരണം പ്രവാസ ജീവിതമാണോ കലയെ എത്രയും പരിപോഷിക്കാനും അല്ലെങ്കിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാനും ഒക്കെ അവസരങ്ങൾ കൂടുതൽ ലഭിച്ചത് പ്രവാസ ലോകത്ത് നിന്ന് തന്നെയാണോ? അതെ, തീർച്ചയായിട്ടും. കാരണം ഡാൻസിന്റെ ബേസ് ഉണ്ടായത് തന്നെ സൗദി അറേബ്യയിൽ നിന്നാണ്. അവിടെ ഡാൻസ് പഠിച്ചതും പാട്ടായാലും ഡാൻസ് ആയാലും എല്ലാം പഠിച്ചത് സൗദി അറേബ്യയിലാണ്. അത് പിന്നെ നാട്ടിൽ ഓപ്പർച്യൂണിറ്റീസ് കൂടുതലുണ്ടെങ്കിലും നാട്ടിൽ ഇവിടുത്തെ അത്രയ്ക്ക് നമുക്ക് പോകാൻ പറ്റിയിട്ടില്ല. അതായത് നമുക്ക് ലിമിറ്റഡ് ആയിട്ട്, കാരണം ഡാഡി ഇവിടെ ആയത് കാരണം നാട്ടിൽ നമുക്ക് അത്രയും പ്രോഗ്രാംസിനൊന്നും അധികം പോകാൻ പറ്റിയിട്ടില്ല. ലിമിറ്റഡ് ആയിട്ടേ പറ്റിയിട്ടുള്ളൂ. തീർച്ചയായിട്ടും ഇവിടെ തന്നെ ആയിരുന്നു, ജിദ്ദയിലായിരുന്നു കൂടുതൽ സ്റ്റേജ് പെർഫോമൻസസ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഇനിയും ഒരു പാട്ട് കൂടി കേൾക്കാം അല്ലേ? അപ്പോൾ സഫ മക്ക മഴത്തുള്ളികലക്കത്തിൽ നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഡോക്ടർ ഏത് പാട്ടാണ് അടുത്തായിട്ട് പാടുന്നത്? ഞാൻ അടുത്തായിട്ടൊരു ഹിന്ദി സോങ് ആണ് പാടുന്നത്. രാജ ഹിന്ദുസ്ഥാനി എന്ന മൂവിയിലെ അൽക്ക യാഗ്നിക്, കുമാർ സാനു എന്നിവർ പാടിയ പൂച്ചോ സര പൂച്ചോ എന്ന ഗാനം. പൂച്ചോ സര പൂച്ചോ മുझे क्या हुआ है, कैसी बेकरारी है ये, कैसा नशा है, तुमसे दिल लगाने की सजा है, राजा जी तुमसे दिल लगाने की सजा है. पूछो जरा पूछो मुझे क्या हुआ है, कैसी बेकरारी है ये, कैसा नशा है, पूछो जरा पूछो मुझे क्या हुआ है, कैसी बेकरारी है ये, कैसा नशा है, तुमसे दिल लगाने की सजा है, तुमसे लगाने की सजा है. रूठा है क्यों राजा, क्यों मुझसे कफा है, कैसी बेरुखी है मेरे दिल को
വെൽക്കം ബാക്ക്. എല്ലാ ശ്രോതാക്കളെയും ഒരിക്കൽ കൂടി സഫ മക്ക മഴത്തുള്ളിക്കിലക്കത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഡോക്ടർ, ഏത് ടൈപ്പ് ഡാൻസിനോടാണ് കൂടുതൽ താല്പര്യം? ക്ലാസിക്കലാണോ അതല്ല ഫാസ്റ്റ് നമ്പേഴ്സ് ആണോ? അതങ്ങനെ ഒരുപാട് മേഖല ഉണ്ടല്ലോ. എല്ലാ ടൈപ്പ് ഓഫ് ഡാൻസ് ഫോംസും ഇഷ്ടമാണ്. പെർഫോമൻസ് എന്ന രീതിയിൽ കൂടുതലും എല്ലാതരം ആൾക്കാർ സ്വീകരിക്കുക സിനിമാറ്റിക് ഡാൻസ് ഫോമാണ്. പിന്നെ ഓരോ തരം ആൾക്കാരുള്ള സ്ഥലത്ത് അതിനനുസരിച്ചുള്ള ഡാൻസ് ഫോംസ്. ഞാൻ ബേസിക്കലി ഭരതനാട്യമാണ് ട്രെയിൻഡ് ആയിട്ട് പഠിച്ചത്. പിന്നെ എല്ലാത്തരം കഥക്, ഒഡീസി, എല്ലാ ടൈപ്പ് ഓഫ് ഡാൻസ് ഫോംസും ചെയ്യാറുണ്ട്. പിന്നെ എൻ്റെ മമ്മി നല്ലൊരു ഡാൻസ് കൊറിയോഗ്രാഫറാണ്. അത് കാരണം അവിടെ ജിദ്ദയിൽ ഒരുപാട് നല്ല വേദികളിൽ അതായത് മമ്മി കൊറിയോഗ്രാഫ് ചെയ്ത നല്ല ഡാൻസുകൾ അവതരിപ്പിക്കാൻ പറ്റിയിട്ടുണ്ട്. ഡാൻസിൽ ഫസ്റ്റ് ഗുരു എന്ന് പറയുന്നത് പുഷ്പ സുരേഷ് അവരായിരുന്നു. പിന്നെ നാട്ടിൽ പോയതിനു ശേഷം പിന്നെ ലൈക്ക് ജയ എന്ന് പറയും, അവരുടെ അടുത്താണ്. അവരെനിക്ക് സ്കൂളിലൊക്കെ എനിക്ക് ഡാൻസൊക്കെ അവതരിപ്പിക്കാൻ ഒരുപാട് അവർ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പോഴും ലിമിറ്റഡ് ആയിട്ടാണെങ്കിലും ഡാൻസ് ഒരുപാട് വേദികളിൽ ഞങ്ങളുടെ കോളനിയുടെ പ്രോഗ്രാംസിൽ അങ്ങനെ എല്ലാത്തിലും കളിക്കാറുണ്ട്. അതേപോലെ ഡോക്ടർ ഒരു സംഗീത ഫാമിലിയിൽ നിന്ന് തന്നെയാണ്. ഹിബ അബ്ദുസലാം ഡോക്ടറുടെ സഹോദരിയാണ് അല്ലേ? അവരെ കുറിച്ച് ഒന്ന് പറയാമോ? ഈ അടുത്ത കാലത്ത് ഒരു റിയാലിറ്റി ഷോയിൽ വളരെ മനോഹരമായ ഗാനങ്ങൾ ആലപിക്കുകയും കേരളത്തിൽ വളർന്നു വരുന്ന ഒരു ഗായികയായി മാറിയിട്ടുണ്ട് അല്ലേ? എങ്ങനെ കാണുന്നു സഹോദരിയുടെ ഈ വളർച്ചയെ? അതെ, ഹിബ എൻ്റെ ചെറിയ അനിയത്തിയാണ്. കാണാൻ എന്നെക്കാളും ഒരുപാട് ഭംഗിയുണ്ട്. തീർച്ചയായിട്ടും ഭംഗിയൊക്കെ ഉണ്ട്, ഭംഗിയുണ്ട്. അതുകൊണ്ട് അസൂയുണ്ടോ? ഇല്ല ഒരിക്കലും ഇല്ല. സന്തോഷമേ ഉള്ളൂ. ആള് നല്ലൊരു ഡാൻസറാണ്, സിംഗറാണ്. പിന്നെ എല്ലാ കാര്യങ്ങളും എനിക്ക് തോന്നുന്നു എന്നെക്കാൾ കൂടുതൽ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ചെയ്യുന്ന ഒരാളാണ്. പിന്നെ ഏറ്റവും പറയുകയാണെങ്കിൽ ഒരുപാട് ഹാർഡ് വർക്കിംഗ്, ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ് ഹിബ. എല്ലാ മേഖലയിലും ഡാൻസ്, പാട്ട് മാത്രമല്ല സ്റ്റഡീസിലും എല്ലാത്തിലും നല്ല കഴിവ് തെളിയിച്ച ഒരു കുട്ടിയാണ്. എൻ്റെ എൽഡർ സിസ്റ്റർ ഹസ്ന അബ്ദുൽ സലാം ഇവിടെ നിരവധി വേദികളിൽ നല്ലൊരു ഗായികയായിട്ട് അറിയപ്പെട്ടിരുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോൾ മാരീഡാണ്, മദീനത്ത് PhD കഴിഞ്ഞു. പിന്നെ അനിയൻ +1 പഠിക്കുന്നു. ഇപ്പം നാട്ടിൽ 10th വരെ ഇവിടെ ആയിരുന്നു. ഇപ്പം നാട്ടിൽ ഞങ്ങളോടൊപ്പം തന്നെ ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചുണ്ട്. ഡാഡി നല്ലൊരു കോളേജിൽ ഒരുപാട് നല്ല വേദികളിലൊക്കെ പാടി. ഡാഡി നല്ലൊരു സിംഗറായിരുന്നു. അതുപോലെ തന്നെ മമ്മി നല്ലൊരു ഡാൻസറായിരുന്നു. അപ്പൊ രണ്ടും കൂടി ചേർന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. അപ്പൊ രണ്ടുപേരും ഞങ്ങൾ നല്ല രീതിയിൽ, അവരാണല്ലോ ഞങ്ങളിപ്പോ ഈ നിലവരെ എത്തിച്ചത്. അപ്പൊ ഹീറോ ആയിരുന്നു പഠിക്കുന്ന കാലത്ത്. അതെ, ഹീറോ ആയിരുന്നു. കാമുകിമാരൊക്കെ ഉണ്ടാവുക, കഥയൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടോ ഡാഡി? അതറിയില്ല, അത് പറഞ്ഞു തന്നിട്ടില്ല. ഇന്ന് പോയിട്ട് ചോദിക്കാം. ആ കാലത്തൊക്കെ ഉള്ള പ്രേമത്തിന്റെ കഥകളൊക്കെ ഈ പുതിയ ഇറങ്ങിയ പ്രേമം സ്റ്റൈലിലല്ല. നമ്മുടെ സഫ മക്ക മഴത്തുള്ളിക്കിലക്കത്തിൻ്റെ സമയം ഇവിടെ അവസാനിക്കാറായി അല്ലേ? നമ്മൾ ഒരുപാട് സംസാരിച്ചു. നമ്മുടെ പ്രേക്ഷകരോട് എന്തെങ്കിലും പറയാനുണ്ടോ ഡോക്ടർക്ക്? പല്ലിനെ കുറിച്ചോ അങ്ങനെ എന്തെങ്കിലും പറയാനുണ്ടോ? പ്രത്യേകിച്ച് കുട്ടികൾ ശ്രദ്ധിക്കേണ്ട എന്തെങ്കിലും കാര്യങ്ങൾ? ആദ്യമായി തന്നെ എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതിൽ ഒരുപാട് നന്ദി. ഒരു ഡോക്ടർ എന്ന നിലയിൽ പറയുകയാണെങ്കിൽ എല്ലാവരും അവരുടെ ഓറൽ ഹൈജീന് നന്നായിട്ട് സൂക്ഷിക്കുക. നമുക്ക് ജസ്റ്റ് ഒരു പെയിൻ വരുമ്പോൾ മാത്രമല്ല, പെയിൻ വരുന്നതൊക്കെ ഒരു ഫൈനൽ സ്റ്റേജിൽ എത്തുമ്പോഴാണ് പെയിൻ വരുന്നത് ടീത്തിന്. നമ്മൾ ഒരിക്കലും പല്ലിന് അധികം ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. അപ്പോൾ ഒരു പെയിൻ വരുമ്പോൾ മാത്രമല്ല, ഇനി എന്തെങ്കിലും പല്ലിലൊരു കളർ വ്യത്യാസം അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ പ്രത്യേകിച്ച് കുട്ടികളുടെ, കാരണം ചെറിയ കുട്ടികളുടെ പല്ലുകൾ അത് സൂക്ഷിച്ചാലാണ് വലുതാകുമ്പോൾ അവർക്ക് നല്ല പല്ലുകളൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ ഡോക്ടറിനെ സമീപിക്കുക. അപ്പോൾ പിന്നെ നമുക്ക് ഫ്യൂച്ചറിൽ ഫെർദർ ഒരുപാട് മണി സ്പെൻഡ് ചെയ്തിട്ട് ട്രീറ്റ്മെൻ്റ് ഒന്നും ചെയ്യേണ്ടി വരില്ല. പിന്നെ നമ്മുടെ കലാപരമായിട്ട് പറയുകയാണെങ്കിൽ കലാപരമായ കഴിവുകൾ എല്ലാവർക്കും കിട്ടുന്നതല്ല. അത് വളരെ അപൂർവമായ ആൾക്കാർക്ക് മാത്രമേ അത് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ആ കഴിവുകളെ മാക്സിമം രീതിയിൽ യൂട്ടിലൈസ് ചെയ്ത് അതിനെ നമ്മുടെ ലിമിറ്റേഷൻസിൽ വെച്ചിട്ട് നമ്മൾ മാക്സിമം അതിനുള്ള എഫേർട്ടെല്ലാം എടുത്ത് അതിനെ നന്നായിട്ട് പരിപോഷിപ്പിച്ച് നല്ല രീതിയിൽ അതെല്ലാം നമ്മൾ യൂട്ടിലൈസ് ചെയ്ത് നന്നായിട്ട് പാടാനും എല്ലാത്തിനും ശ്രമിക്കണം. ഓക്കെ, ഡോക്ടറുടെ തിരക്ക് പിടിച്ച ഈ ജീവിതത്തിനിടയിൽ ഞങ്ങളോടൊപ്പം കുറച്ചു നേരം ചിലവഴിച്ചതിന് നന്ദി അറിയിക്കുന്നു. അതേപോലെ സംഗീത മേഖലയിൽ, നൃത്ത മേഖലയിൽ, പിന്നെ പ്രൊഫഷൻ ആ മേഖലയിൽ ഒരുപാട് ഉന്നതങ്ങൾ കീഴടക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വന്നാൽ നന്ദി അറിയിക്കുന്നു. ഓക്കെ, താങ്ക് യു.
Grand Mart Hypermarket. Incredible prices that no one can beat. Special offers, latest collections. An excellent shopping experience. Grand Mart Hypermarket, King Khalid Street, Dammam. Atlas Jewelry, ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനം. ഇനി ആഭരണങ്ങൾ വാങ്ങുന്നത് അറ്റ്ലസ് ജ്വല്ലറിയിൽ നിന്ന് മാത്രം. അറ്റ്ലസ് ജ്വല്ലറി, ലുലു മാൾ ബത്ത റിയാദ്, ജമാൽ കൊമേഴ്ഷ്യൽ സെന്റർ ബത്ത റിയാദ്, ലേഡീസ് മാർക്കറ്റ് ദമാം, ഗോൾഡ് മാർക്കറ്റ് ജുബൈൽ, സൂഖ് ദഹാബ് ജദ്ദ. അറ്റ്ലസ് ജ്വല്ലറി എന്നും പ്രവാസികളോടൊപ്പം. വിണ്ണുറവന്നു തലോടുമ്പോ പടശിലയലിയുകയായിരുന്നു. വോയിസ് ഓഫ് സൗദി അറേബ്യയുടെ ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വിഭവങ്ങളോടെ ജനകീയ പരിപാടികളോടെ ഇനിയും വോയിസ് ഓഫ് സൗദി അറേബ്യ നിങ്ങളോടൊപ്പം ഉണ്ടാവും. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ, വിമർശനങ്ങൾ ഞങ്ങൾക്ക് എഴുതുക. ഞങ്ങളുടെ വിലാസം VOKSaudi@gmail.com. മൊബൈൽ 009665094600972. അടുത്ത അധ്യായത്തിൽ വീണ്ടും കടന്നു വരും വരെ നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും. കരയിൽ മറയുകയായിരുന്നു രാക്കിളി പൊന്മകളെ, നിൻ പൂവിളി യാത്രാമൊഴിയാണോ?